ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ മേലോട്ടേക്ക് പൊന്തിയിട്ട് വരും. പിന്നെ വീണ്ടും ഒരു 30 സെക്കൻഡും കൂടി വെച്ചിട്ട് അടിയൊന്ന് കാഞ്ഞ പിന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. പൊതുവെ ഈ ചോറും തേങ്ങ എല്ലാം അരച്ചിട്ടുണ്ടാക്കുന്ന ഈ നെയ്യപ്പത്തിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കലില്ല നമ്മളെ കാസർഗോട്ടുകാർ. പക്ഷേ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചെങ്കിലുള്ള ഒരു ഗുണം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിലേക്ക് മൈദയും അതേപോലെ തന്നെ ഈസ്റ്റ് അപ്പക്കാരം ഒന്നും ചേർക്കാണ്ടാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയത്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഈ നെയ്യപ്പം ചുട്ടിട്ട് എടുക്കുമ്പോണ്ടല്ലോ ഈ സൈഡെല്ലാം നല്ല പോലെ മൊരിഞ്ഞിട്ട് കിട്ടും. നല്ല ഓൾസ് എല്ലാം വീണിട്ട് നല്ല കാണാനൊരു മൊഞ്ചും ഉണ്ടാവും. സാധാരണ ഇങ്ങനെ നെയ്യപ്പം ഉണ്ടാവല് മൈദയെല്ലാം ചേർത്തെങ്കാണ്. ഇത് മൈദ ഒന്നും ചേർക്കാണ്ട് നാടൻ രീതിയിലാണ് ഞാൻ ഈ നെയ്യപ്പം ചുട്ടത്. ഇതിൻ്റെ സൈഡെല്ലാം കണ്ടല്ലോ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. ഇനി 1